हाया हाये हाया ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, हमारे स्वर्गीय पिता, നീ ഞങ്ങളോട് സംസാരിച്ച ശബ്ദങ്ങൾക്കായി സ്തോത്രം. आपने हमारे लिए जो आवाजें भेजी उसके लिए धन्यवाद प्रभु। ഞങ്ങളുടെ മനസ്സിനെ നീ തൊട്ടതിനാൽ സ്തോത്രം. हमारे मन को आपने छुआ, इसके लिए धन्यवाद। ഞങ്ങളുടെ ആരാധനയിൽ സത്യത്തിന്റെ ആവശ്യം ഞങ്ങളോട് പറഞ്ഞതിനാൽ സ്തോത്രം. और हमारी आराधना में सच्चाई की आवश्यकता के बारे में आपने हमको सिखाया, इसके लिए धन्यवाद। ഞങ്ങളുടെ ആരാധന ആത്മാവിന്റെ നിറവിലുള്ളതായിരിക്കണമെന്ന് ഞങ്ങളോട് സംസാരിച്ചത്. और हमारी आराधना आत्मा के भरपूरी में होना चाहिए, यह आपने हमको सिखाया प्रभु। എവിടെങ്കിലും ആരാധനയിൽ പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. अगर हमारी आराधना देने में अगर कोई पराजय हमारे में से आया है तो आप हमें माफ कीजिए प्रभु। അപ്പാ ഞങ്ങൾ നിന്നെ ആരാധിച്ചില്ല, പിന്നെ ആരാണ് ആരാധിക്കേണ്ടത്? प्रभु, अगर आपकी आराधना हम ना करेंगे तो और कौन करेगा? യഥാർത്ഥ സത്യാരാധനക്കാർ ഞങ്ങളല്ലേ അപ്പാ? और सच्ची आराधना देने वाले हम लोग हैं ना प्रभु। നീ ഞങ്ങളെ ശക്തീകരിക്കണം. आप हमें सामर्थ्य बनाना അപ്പാ ഈ ജനം വെറുതെ പോകരുത് തിരിച്ച്. प्रभु। ये लोग खाली हाथ लौट कर ना जाए, ഇവർ വഴി പട്ടുപോകും. ये बीच रास्ते में थक जाएंगे, അതുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തി അയക്കണം. इसलिए उन्हें तृप्त करके भेजना पिता। അവരുടെ ശരീരത്തിനുള്ളതും ആത്മാവിനുള്ളതും മനസ്സിനുള്ളതും നീ കൊടുക്കണം. और उनके शरीर, मन और आत्मा के लिए जो सब जरूरत है वो सब देना प्रभु ने। സ്വല്പസമയം കൂടെ ഞങ്ങൾ നിന്റെ പാദപീഠത്തിലിരിക്കട്ടെ. और कुछ क्षण और हम आपके चरणों पर बैठे। മഹത്വം അങ്ങേക്ക്. महिमा आपको യേശുവിൻ നാമത്തിൽ यीशु मसीह के नाम में मांगते हैं, ആമേൻ. आमेन आमेन। കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം. तालियों के साथ परमेश्वर को महिमा देंगे। താങ്ക് യു, താങ്ക് യു, താങ്ക് യു. Praise God. ദൈവം അനുഗ്രഹിക്കട്ടെ. परमेश्वर आप सभी को आशीषित रखे। എല്ലാവരും ഇരുന്നാണ്. आप सभी बैठ जाए। ഒരു ആഴമേറിയ ഒരു ചിന്ത നമ്മൾ കേട്ട് കഴിഞ്ഞു. बहुत ही एक गहरा सोच समझ हमने आज सुबह सुन लिया है। അതിന്റെ മുകളിൽ ഒരു പ്രസംഗത്തിന്റെ ആവശ്യം ഇന്നില്ല. और उसके ऊपर एक प्रचार करने की जरूरत नहीं है। സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. और परंतु वह जो सच्चे भक्त पिता की आराधना आत्मा और सच्चाई से करेंगे, അതൊരു കുറിക്കൊള്ളുന്ന തമ്പുരാന്റെ ഒരു ശബ്ദമാണ്. और परमेश्वर की वो एक बहुत ही गहराई आवाज है जो आई है। അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാർ ആ മലയിൽ ആരാധിച്ചു. वहां वचन में कहा गया है हमारे पिताओं ने उस पहाड़ में आराधना किया। നിങ്ങൾ പറഞ്ഞ യെരൂശലേമിൽ ആരാധിക്കാൻ. और तुम कहते हैं, और तुमने कहा उस यरूशलेम में भी आराधना किया। അതോടെ പറഞ്ഞിട്ടുണ്ട്. वहां पर भी वो लिखा है। അപ്പം തെറ്റായി ഗൈഡ് ചെയ്യുന്ന ആരാധനക്കാർ അന്നുമുണ്ട്. तो उस समय में भी ऐसे लोग थे जो गलत रीति में आराधना की अगुवाई करते थे। ആരാധനയ്ക്കകത്ത്
വകുപ്പുകൾ കയറ്റുന്ന ഒത്തിരി പുള്ളികളുണ്ടെന്ന്. और उस समय में भी ऐसे लोग थे जो आराधना में अपने शर्तों को वहां पर लगा लेते थे. അപ്പോഴാണ് യേശു പറയുന്നത്, സത്യനമസ്കാരികളിൽ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വന്നിരിക്കുന്നു. और അത് तभी ഓൾറെഡി ഇപ്പോഴുണ്ട്. और तभी यीशु ने कहा कि अब परंतु वह समय आता है, वरन अभी ही है, जिसमें सच्चे भक्त पिता की आराधना आत्मा और सच्चाई से करेंगे. ആത്മാവിലെ ആരാധന, സത്യത്തിൻ്റെ ആരാധന, ഇതൊക്കെ വളരെ ശക്തമേറിയ സബ്ജക്റ്റിലൊന്നാണ്. आत्मा में आराधना करना, सच्चाई में आराधना करना, ये बहुत गहराई वाली विषय है. ആത്മാവിൽ ആരാധിക്കുക എന്ന് പറയുന്നതും സത്യത്തിൽ ആരാധിക്കുക എന്ന് പറയുന്നതും ഒത്തിരി ആഴങ്ങളുള്ളതാണ്. आत्मा में आराधना करना, सच्चाई में आराधना करना, ये दोनों वस्तुओं में विषय में बहुत गहराई है. ഞാൻ അതിനെക്കുറിച്ച് ഇന്ന് പറയുന്നില്ല. उसके बारे में आज प्रचार नहीं करूंगा. ഞാൻ ഈ ദിവസങ്ങളിൽ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. और इन दिनों में मैं जो आपको सिखा रहा हूं वो इस वचन से जुड़ा हुआ वाणी है. എന്താ നമ്മുടെ ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്നത്? और इन दिनों में मैं आपको क्या सिखा रहा हूं? നമ്മുടെ ഈ വർഷത്തെ തീം ഗവർണൻസ്. हमारे इस साल का थीम जो है, वचन जो है, वो शासन है. ഭരണം നടത്തണം. हमको शासन करना है. ആമേൻ. आमीन. ഭരണം നടത്തുന്നത്, ഭരണം ഉള്ളവന് ഒരാളുണ്ട്, അവൻ്റെ പേര് കർത്താവായ യേശു ക്രിസ്തു. और हम जो शासन करते हैं, जो यीशु मसीह जिसके पास शासन है, उसके द्वारा हम करते हैं. ആധിപത്യം യേശുവിൻ്റെ തോളില്ല. और वो पूरा शासन यीशु मसीह के कंधों पर है. അത് യെശയ്യാ 9 പറയുന്നു. यशायाह नबी के पुस्तक 9वें अध्याय में वो कहा गया है. ആ ആധിപത്യമുള്ള യേശു നമ്മുടെ അകത്താണ്. और वो यीशु जिसके ऊपर शासन है, वो हमारे अंदर निवास करता है. കർത്താവ് നമ്മുടെ അകത്തുണ്ട്. प्रभु हमारे अंदर निवास कर रहा അപ്പോൾ है. നമ്മളിൽ ഒരു ഗവർണൻസ് ഉണ്ടാകണം. तो हमारे अंदर एक शासन उत्पन्न होना है. അപ്പോൾ കർത്താവ് നമ്മുടെ അകത്ത് എങ്ങനെ ഉരുവായോ, तो प्रभु जैसे हमारे अंदर उत्पन्न हुए, അതാണ് നമ്മൾ പഠിക്കുന്നത്. അതിലൊന്നാമത്തെ ഇതാണ് ആത്മാവിൽ ജനിക്കണം. और उसके बारे में हम सीख रहे थे. पहला कदम था आत्मा में जन्म ले, അതായത് വീണ്ടും ജനനം. कि उसका मतलब मसीह में फिर जन्म लेना. വീണ്ടും ജനനത്തെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, जब मसीह में जन्म लेने के बारे में कहा तो मैंने ये വീണ്ടും सिखाया, ജനനം ഒരു ലോങ് പ്രോസസ്സാണ്. मसीह में जन्म लेना ये एक लंबी प्रक्रिया है. വീണ്ടും ജനനം വെള്ളത്തിലും ഉണ്ട്, ആത്മാവിലും ഉണ്ട്. मसीह में जन्म लेना जल में भी है, अग्नि में भी है. അപ്പോൾ വെള്ളത്തിൽ ജനിച്ചാൽ മാത്രം വീണ്ടും ജനനം ആകത്തില്ല, ആത്മാവിലും ജനിക്കണം. जल में सिर्फ जन्म लेना ये काफी नहीं, पर आत्मा में भी जन्म लेना बहुत जरूरी है. അപ്പോൾ ആരാധന എങ്ങനെയാണെന്നാ പറഞ്ഞ്? तो आराधना कैसी है, ऐसे कहा गया है, ആത്മാവിലും സത്യത്തിലും. आत्मा में और सच्चाई में. ആത്മാവിൽ ജനിക്കാത്തവൻ എങ്ങനെ ആത്മാവിൽ ആരാധിക്കുന്നത്? जो आत्मा में जन्म नहीं ले पाया, वो आत्मा में आराधना कैसे करेगा? പിടികിട്ടുന്നുണ്ടോ? क्या हम समझ पा रहे हैं? അപ്പൊ ആത്മാവിലെ ജനനം നടക്കാത്തവൻ ആത്മാവിൽ ആരാധിക്കാൻ പറ്റത്തില്ല. तो जो आत्मा में जन्म नहीं ले सकता, वो आत्मा में आराधना नहीं कर सकता. അപ്പം യോഹന്നാൻ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. यूहन्ना कहता है कि आदि में वचन था. 1-ാം അധ്യായം 1-ാം വാക്യം. पहला अध्याय उसका पहला आयत. വചനം ദൈവത്തോടു കൂടിയായിരുന്നു. और वचन परमेश्वर के साथ था. വചനം ദൈവമായിരുന്നു. और वचन परमेश्वर था. ആമേൻ. आमीन. നമ്മൾ യേശുവിനെ അല്ല ആദ്യം അറിഞ്ഞു, വചനം അറിഞ്ഞു. हमने पहले यीशु को नहीं जाना, पर हमने पहले वचन को जाना. വചനം പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയപ്പെടാതെ യേശുവാണെന്ന് പിടികിട്ടി.
और जब पवित्र आत्मा ने हमको वचन प्रकट किया तभी हम समझे कि वो यीशु है। ആമേൻ. സൗഖ്യം എന്ന് പറഞ്ഞ പദം നമുക്കറിയായിരുന്നു. चंगाई ये शब्द हम जानते थे, പക്ഷെ സൗഖ്യം എന്താണെന്ന് അറിയത്തില്ല. पर चंगाई क्या है ये हम नहीं ആ जानते। സൗഖ്യം ആര് വെളിപ്പെടുത്തി? ये चंगाई किसने प्रकट किया? പരിശുദ്ധാത്മ വെളിപ്പെടുത്തി. पवित्र आत्मा ने प्रकट किया, അപ്പൊ നമുക്ക് സൗഖ്യം എന്താന്ന് മനസ്സിലായി. और तभी हम चंगाई क्या है ये समझ पाए। അല്ല എങ്ങനെ ഒരാൾ സൗഖ്യം മനസ്സിലാകുന്നു? उसके अलावा एक व्यक्ति चंगाई के बारे में कैसे समझ पाए? ഇപ്പോൾ ഒരു ആശുപത്രി ഒരു ഡോക്ടറിന്റെ അടുക്കൽ ചെന്നാൽ ഡോക്ടറെ കണ്ടാൽ സൗഖ്യമാകത്തില്ല. अस्पताल में जाके डॉक्टर से मिले तो सिर्फ मिलने से चंगाई नहीं मिलती। അവരുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്. उन्होंने दिया हुआ एक प्रिस्क्रिप्शन होगा, അവർ തരുന്ന മെഡിസിൻ കഴിക്കണം. वो जो दवाई देते हैं वो दवाई खाना होगा, അതിന് ഓരോ കണ്ടീഷൻ ഉണ്ട്. और उसके लिए उन्होंने सारे शर्त को वहां लगाया है। അപ്പോൾ നമ്മൾ അവർ പറയുന്നത് അനുസരിക്കുമ്പോഴാണ് നമുക്ക് ഹീലിംഗ് കിട്ടുന്നത്. तो वो जो कह रहे हैं वो जब हम आज्ञा मानते हैं तभी हमको चंगाई मिलती है, അതിന് നമ്മൾ ഒരു ആക്ഷൻ എടുത്തു. और उस चंगाई के लिए हमने एक कार्य शुरुआत किया। ഒരാളുടെ വാക്കിനെ അനുസരിച്ച് അവർ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്തു. एक व्यक्ति ने जो हमसे कहा उसके बात को मानकर उसकी आज्ञा मान ली। അതുപോലെ उसी तरह ബൈബിളിൽ സൗഖ്യമുണ്ട്. वचन के अंदर चंगाई है। ആരോ നമ്മളോട് പറഞ്ഞു, किसी ने तो हमसे कहा वो, അങ്ങനെ നമ്മൾ ചർച്ചിനകത്ത് വന്നു. और वैसे हम कलीसिया में आए। നമുക്ക് യേശുവിനെ അറിയത്തില്ല. हम यीशु को नहीं जानते। ആമേൻ. हाँ, ഇവിടുത്തെ സംവിധാനങ്ങളൊന്നും അറിയത്തില്ല. यहाँ की कोई संविधान से हम परिचित नहीं है। അവര് പറഞ്ഞു പാസ്റ്റർ അടുക്ക ഒന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. और उन्होंने कहा कि पासवान के पास आकर प्रार्थना करवा लो, അല്ലെങ്കിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരാളുടെ അടുക്ക കൊണ്ടുവന്നു. नहीं तो कोई प्रार्थना करने वाले उस व्यक्ति के पास उनको അവര് लाया। കൈവച്ച് പ്രാർത്ഥിച്ചു. उन्होंने हाथ रखकर प्रार्थना അല്ലെങ്കിൽ किया, അവര് പ്രവചിച്ചു. या फिर उन्होंने नबूवत किया। അപ്പൊ നീ സൗഖ്യം പ്രാപിച്ചു. तो आपने चंगाई को प्राप्त किया, അപ്പൊ ആ പുറപ്പെട്ട സൗഖ്യം എന്തെന്ന് അറിഞ്ഞ് तो आपने ये समझ लिया वहां ऐलान हुआ ആ चंगाई क्या है। സൗഖ്യം എങ്ങനെ നടന്നു? वो चंगाई वहां कैसे प्रकट हुआ? പ്രാർത്ഥിച്ച പുള്ളിക്ക് കഴിവില്ല. प्रार्थना किया वो व्यक्ति काबिल है इसलिए नहीं, യോഗ സ്ഥലത്തിന് സ്പെഷ്യൽ പ്രത്യേകതയൊന്നുമില്ല. संगति की जगह में कोई खासियत नहीं है। പിന്നെ എന്താ അവിടെ സംഭവിച്ചേ? वहां पर क्या हुआ फिर? ആരും കാണാത്തൊരു അദൃശ്യ ശക്തി അവിടെ ചലിച്ചു. कोई देख नहीं पाया वैसा एक अदृश्य सामर्थ वहां कार्य किया, അതിന്റെ പേരാ പരിശുദ്ധാത്മാവ്. और उसका नाम है पवित्र आत्मा। ഈ ആത്മാവിനെ നീ അറിഞ്ഞോ? इस पवित्र आत्मा को क्या आपने जाना है? സൗഖ്യം അറിഞ്ഞു, चंगाई को जान लिया, ആത്മാവിനെ മനസ്സിലായില്ല. पर आप पवित्र आत्मा को नहीं जान पाए। സൗഖ്യത്തെ മനസ്സിലായി, चंगाई को जान लिया ആത്മാവിനെ പിടികിട്ടിയില്ല. और उस पवित्र आत्मा को जान नहीं എന്തുകൊണ്ട് पाए। ആത്മാവിനെ പിടികിട്ടാത്ത? पवित्र आत्मा को क्यों नहीं जान पा ഒരു रहे? ജനനം നടന്നില്ലെന്ന്. क्योंकि आपके अंदर एक जन्म नहीं हुआ है। ആമേൻ. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? कितने लोग समझ पा रहे ഒരു हैं? ജനനം നടന്നില്ല. एक जन्म आपके अंदर हुआ नहीं, ഈ ജനനത്തിന് കാരണമാണ് വചനം. और ये जन्म होने का कारण है वचन। ആ വചനമാണ് ആത്മാവിനെ നിന്റെ അടുക്ക കൊണ്ടുവന്നത്. ये वचन ने आत्मा को आपके पास लाया। ആദിയിൽ ആത്മാവല്ല വചനമാവുള്ള. वाओ। और आदि में आत्मा नहीं वचन था, അടുക്കൽ ആത്മാവല്ല വരുന്നത്, വചനമാ വരുന്നത്. तो आपके पास पहले आत्मा नहीं वचन आता है। ആ വചനം നിന്നെ തൊടുമ്പോ वो वचन जब आपको छूता ആ है, വചനത്തിലൂടെ उस वचन के നിനക്ക് द्वारा, കിട്ടുന്നതിന്റെ പേര് ആത്മാവ്. उस वचन के द्वारा आपको जो प्राप्त होता है वो है पवित्र आत्मा। ആമേൻ. आमेन, ആമേൻ. आमेन। പക്ഷെ നമുക്ക് എന്താ പറ്റിയേ? पर हमारी दिक्कत क्या है? നമ്മൾ ആ വചനത്തെ അല്ല കണ്ടത്, हमने उस वचन को ध्यान नहीं दिया, നമ്മൾ ആ സൗഖ്യത്തെ കണ്ടു, हमने केवल उस चंगाई पर നമ്മൾ ध्यान ആ दिया, വിടുതലിനെ കണ്ടു, हमने उस छुटकारे पर ध्यान നമ്മൾ ആ दिया, അത്ഭുതത്തെ കണ്ടു. हमने आश्चर्य कार्यों पर ध्यान दिया, ആത്മാവിനെ ഇതുവരെ കണ്ടില്ല. पवित्र आत्मा को नहीं देखे। അതുകൊണ്ട് ആത്മാവിന്റെ ചലനങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. इसके लिए आत्मा के कार्यों को हम पहचान नहीं पा रहे। ആമേൻ. आमेन। അന്യഭാഷ പറയുന്ന പലർക്കും ആത്മാവിനെ അറിയത്തില്ല. और बहुत लोग जो अन्य भाषा कहते हैं वो लोग भी आत्मा को जान नहीं पाते। ഞാൻ പറഞ്ഞ പിടി കിട്ടിയോ? क्या आप समझ पाए?
പ്രത്യേക ആത്മീയ അന്തരീക്ഷത്തിൽ അന്യഭാഷ കിട്ടി. और बहुत ही एक खास आत्मा के वातावरण में अन्य भाषा प्राप्त कर ली. അത് ഒരിക്കൽ കിട്ടിയതാ. वो कभी तो एक बार मिला था അതുകൊണ്ടാ ഇപ്പോഴും നിൽക്കുന്നത്. और वही लेकर आज भी यहाँ रुक रहे हैं. ആത്മാവിനെ അറിയത്തില്ല, आत्मा को जानते नहीं പക്ഷെ അന്യഭാഷ പറയുന്നുണ്ട്. पर अन्य भाषा कहते हैं. അന്ന് പറഞ്ഞത് തന്നെയാ ഇന്നും പറയുന്നത്. जो उस दिन जो प्राप्त हुआ वही आज भी दोहरा रहे हैं. ആത്മാവിലുള്ള ജനനം നടന്നെങ്കിലേ ആത്മാവ് ജീവിതത്തിൽ വർദ്ധിക്കുന്ന അറിയത്തുള്ളൂ. आमीन. अगर आत्मा में जन्म ले तो ही आत्मा में बढ़ने के अनुभव हम हमारी जिंदगी में पा पाएंगे. ഒരു കൊച്ചു ഉദാഹരണത്തിലൂടെ അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. एक छोटा एग्जाम्पल देकर मैं वचन को समाप्त करूंगा. മാർത്തയും മറിയയും നിങ്ങൾക്കറിയാമല്ലോ, ബൈബിളിലുണ്ട്. वचन में मार्था और मरियम को आप जानते हो. മാർത്ത യേശുവിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. मार्था यीशु से एक बात कहती है. ആ ഭാഗം ഒന്ന് ഇടാമെങ്കിൽ ഇട്ടോണേ. वो वचन हम यहाँ दिखाएंगे. നീ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ല. प्रभु अगर आप यहाँ पर होते तो मेरा भाई नहीं मरता. यस. എന്നിട്ട് അടുത്ത എന്താ പറയുന്നറിയോ? और अगली वो ये कहती है, നീ ഇപ്പോഴും എന്തെങ്കിലും പിതാവിനോട് അപേക്ഷിച്ചാൽ അവൻ അത് നിനക്ക് തരും. और वो कहती है कि इस क्षण में भी अगर आपने पिता से कुछ मांगा तो वो पिता आपको सौंप कर देगा. ലൂക്കോസ് 11. लूका का सुसमाचार 11, ജോൺ यूहन्ना का सुसमाचार 11वां अध्याय. और अब भी मैं जानती हूं कि जो कुछ परमेश्वर से मांगेगा परमेश्वर तुझे देगा. ക്ലിയർ അല്ലേ? यस. ഉടനെ യേശു എന്തോ പറഞ്ഞു? और फिर जल्द यीशु ने क्या उत्तर दिया? यीशु ने उससे कहा, तेरा भाई फिर जी उठेगा. നിന്റെ സഹോദരൻ എങ്കിലും ഇപ്പൊ ഉയർക്കും. तेरा भाई फिर जी उठेगा. നീ പറഞ്ഞ കാര്യം നീ വിശ്വസിക്കുന്നെങ്കിൽ, तूने जो कहा अगर तू विश्वास करती है, നിന്റെ സഹോദരൻ ഇപ്പൊ ഉയർക്കും. तेरा भाई फिर यहाँ अब भी जी उठेगा. യേശുവിനെ അറിയാം. यीशु को जानती है. എന്താ പറയുന്നത്? യേശു ഇപ്പോഴും ദൈവത്തോട് എന്തോ പറഞ്ഞാലും ദൈവം കേൾക്കും. वो ये कह रही है यीशु अगर पिता से कुछ मांगेगा तो परमेश्वर उसे देगा. അപ്പൊ യേശുവിനെ അറിയാം. तो वो यीशु को जानती है. മാർത്തക്ക് യേശുവിനെ അറിയാം. मार्था यीशु को जानती है. പക്ഷെ യേശു ആരാന്നറിയത്തില്ല. पर यीशु कौन है वो नहीं जानती है. യേശു പറയുന്ന ദൈവം കേൾക്കും. यीशु जो कहता है वो पिता सुनेगा. പക്ഷെ ഈ സിറ്റുവേഷനിൽ യേശു ആരാ അറിയത്തില്ല. पर इस परिस्थिति में यीशु कौन है वो उसे नहीं पता. യേശു പറഞ്ഞു, यीशु ने कहा, പറയുക, ഞാനാ പുനരുത്ഥാനം. और यीशु खुद कह रहा है कि मैं पुनरुत्थान, ഞാനാ ജീവൻ. मैं जीवन हूं. ഇത് തലയിലോട്ട് കയറുന്നില്ല. और ये बात उसे ग्रहण नहीं हो रही. സംസാരിച്ചത് കൊണ്ട് ഇത് തല കയറത്തില്ല. बात किया बोलकर वो बात उसके अंदर ग्रहण नहीं होगी. വിളിച്ചോണ്ട് ഇത് തല കയറത്തില്ല. करीब में बुलाया बोलकर उसको ग्रहण नहीं होगा. പറഞ്ഞ പിടി കിട്ടിയോ? क्या आप समझ पा रहे हो? അവരുടെ ഏറ്റവും പ്രിയനാന്നാ പറഞ്ഞേക്കുന്നത്. और कहा है कि वो उसका सबसे प्रिय है. പക്ഷെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണ അറിവ് ഇവർക്കില്ല. पर यीशु मसीह के बारे में पूरी ज्ञान इनके अंदर नहीं है. യേശു പറയുന്നു, ഇത് ഞാനാ. यीशु कह रहा है ये मैं हूं. ഇത് യേശു പറയുമ്പോൾ जब ये यीशु कह रहा है ഇവളുടെ അകത്ത് ആത്മാവ് ഇടപെട്ടു. और उसके अंदर आत्मा ने उससे बातें की. ഇവളുടനെ പറയുവാ, और वो जल्द कहती है, നീയാണ് വരുവാനുള്ള ദൈവോത്രന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. और तभी वो कहती है कि हाँ है प्रभु, मैं विश्वास करती हूं कि परमेश्वर का पुत्र मसीह जो जगत में आने वाला था वह तू ही है. ആമേൻ. आमेन. ആളെ അറിയാം, वह उस व्यक्ति को जानती है പക്ഷെ അങ്ങോട്ട് കേറുന്നില്ല. पर वो उसे ग्रहण नहीं कर पा रही. അറിവ്, ഈ വെളിപ്പാട് അങ്ങോട്ട് കേറുന്നില്ല. ये प्रकटीकरण उसके अंदर ग्रहण नहीं हो रही. ഇപ്പൊ വചനത്തിൽ ഇതെല്ലാം ഉണ്ട്. वचन में ये सब लिखा गया है ഇതിൽ ആ വചനം ഉണ്ട്. और आपके अंदर वो वचन है. അതുകൊണ്ട് അറിയത്തില്ല. उसके द्वारा आप जान नहीं पाओगे. അത് നിങ്ങൾ
തിരിച്ചു തരാൻ और वो अपने उस मतलब को समझा कर देकर പുറകിൽ ആത്മാവൂടെ വരണം. उस वचन के पीछे पवित्र आत्मा भी आए. ആ പൊരുള് കിട്ടുമ്പോഴാണ് और जब आपको वो रहस्य खुल जाता है, ആ വചനം ജഡമായി മാറുന്നത്. वो वचन शरीर का रूप धारण അവിടെ करता है. ആത്മാവും കാണും, യേശുവും കാണും. और उस स्थान में आत्मा भी रहेगा, यीशु भी रहेगा. അല്ലെങ്കിൽ വചനം മാത്രമേ കാണൂ. नहीं तो सिर्फ वचन ही वहां पर അത് रहेगा ജഡോ ആകത്തില്ല, ആത്മാവും ആകത്തില്ല. और वो वहां पर शरीर का रूप भी धारण नहीं करेगा, आत्मा भी नहीं रहेगा. അതിൽ വചനം ഉണ്ടായിരുന്നു കേട്ടാൽ അത് വെറും വചനം മാത്ര. और आदि में जैसे वचन था हमने सुना, वो അത് सिर्फ केवल ദൈവത്തോട് वचन था. കൂടെ ആയിരുന്നു എന്ന് കേട്ടാൽ വചനം മാത്ര. और वो परमेश्वर के साथ था, वो केवल वचन था. അത് ദൈവമായിരുന്നു എന്ന് കേട്ടാൽ അത് വചനം മാത്ര. और वो परमेश्वर था मतलब वो केवल एक वचन है जो हम सुन रहे हैं. ക്രിസ്തുവാണെന്ന് നിനക്ക് പൊരുള് തിരിച്ചു തരുന്നവന്റെ പേരാ പരിശുദ്ധാത്മാവ്. पर वो वचन मसीह था. इस रहस्य का खुलासा आपको पवित्र आत्मा करके देता है. ആമേൻ, ആമേൻ, आमेन. ആമേൻ. അപ്പോ എൻ്റെ ലൈഫില് നിന്റെ ലൈഫില്, तो मेरे और आपके जिंदगी में, എൻ്റെ ലൈഫിലും നിങ്ങളുടെ ലൈഫിലും मेरे और आपके जिंदगी में യേശു കർത്താവിൻ്റെ റോൾ എന്താണെന്ന് പൊരുള് തിരിച്ചു തരുന്നവന്റെ പേരാ പരിശുദ്ധാത്മാവ്. और पवित्र आत्मा वो व्यक्तित्व है जो इस बात का खुलासा करता है कि यीशु मसीह का जिम्मेदारी या रोल आपके और मेरे जिंदगी में क्या है. ഞാൻ പറഞ്ഞ പിടികിട്ടിയോ? क्या हम समझ पाए? ഇപ്പം അഭിഷക്ത പറഞ്ഞപ്പോ പറഞ്ഞു, और जब अभिषेक दासी ने कहा, उन्होंने ऐसे कहा, ശമരിയക്കാരത്തി സ്ത്രീ പറയുക, എൻ്റെ മുഴുവൻ കാര്യവും വിളിച്ചു പറഞ്ഞു ഒരുവനെ ഞാൻ കാണിക്കാം. और समरिया स्त्री कहती है कि मेरे बारे में सब कुछ कहने वाले एक व्यक्ति से मैंने मुलाकात किया. അതുകൊണ്ട് അവള് നിർത്തിയില്ല. उसके कारण उसने रोक नहीं दिया. അടുത്ത അവള് പറഞ്ഞെന്താന്നറിയോ? अगला शब्द उसने जो कहा, അവൻ ക്രിസ്തുവാണെന്ന് ഞാൻ അറിയുന്നു. और उस स्त्री ने कहा कि मैं जानती हूं कि वो मसीह है. ആളുകൾക്ക് പറയാൻ പേടിക്കുന്ന വാക്കാ അവള് വിളിച്ചു പറയുന്നു. और जो दूसरे लोग कहने के लिए डरते हैं, वो शब्द उसने ऐलान किया. അത് വിളിച്ചു പറഞ്ഞപ്പോ ശമരിയയുടെ കെട്ടുപൊട്ടി. और जब उसने ये ऐलान किया, समरिया का बंधुआई टूट അപ്പൊ അതിന്റെ गया. അർത്ഥം उसका मतलब ക്രിസ്തുവാണെന്ന് ഇവള് വാ തുറക്കാൻ നോക്കിയിരുന്നു, ശമരിയയുടെ കെട്ടുപൊട്ട. वाव. और वो इस इंतजार में थे कि ये ऐलान करे अपने मुंह से कि ये मसीह है, ताकि समरिया का श्राप तोड़े. क्या वो मसीह नहीं था? वो मसीह था. പക്ഷേ അവൻ ക്രിസ്തുവാണെന്ന് ചുമ്മാ പറഞ്ഞാൽ ഒക്കത്തില്ല. पर वो मसीह है सिर्फ ऐसे ही कहने से काफी नहीं होगा. ആത്മാവിലത് പറയണം. आत्मा में मसीह है ऐसे അപ്പോഴാ कहना, കെട്ടുപൊട്ടുന്നത്. और तभी वहां बंधुआई टूटेगी. ആത്മാവിൽ നിനക്ക് വെളിപ്പെടുന്നതാണ് നിന്റെ വിടുതലിന്റെ ശബ്ദം. तो आत्मा में जो आपको प्रकट होकर आता है, वो आपके छुटकारे का वाणी है. ആമേൻ. ഇവിടെ എന്താ ഇവളോട് പറഞ്ഞ്? यहाँ पर शमरिया स्त्री से क्या कहा? നോ, मार्था മറിയോട് से. എന്താ പറയുന്നത്? और वहां पर उस बहन से क्या कह रहे हैं? ഞാൻ പുനരുദ്ധാനം. मैं पुनरुत्थान हूं. അത് കേട്ടപ്പോ സ്വതന്ത്രമായെന്നല്ല, जब उसने वो सुना, ऐसा नहीं कहता कि वो आजाद हो गई. കേട്ടത് ഓ ഇവിടെ അകത്ത് ആത്മാവ് രജിസ്റ്റർ ചെയ്യുക. जो उसने सुना, पवित्र आत्मा उसके मन के अंदर उसे स्थापित ഇവിടെ कर रहा है. കേട്ടത് എന്താ? उसने क्या सुना? യേശു പറയുന്നു ഞാൻ പുനരുത്ഥാനം, यीशु कह रहा है कि मैं ഞാൻ पुनरुत्थान, ജീവനാ. मैं जीवन ഇവിടെ हूं. തിരിച്ചു പറയുന്നത് എന്താ? और ये जवाब क्या दे रही है? പുനരുത്ഥാനമാണെന്നല്ല പറയുന്നത്, पुनरुत्थान है ऐसा नहीं कह रही. ജീവനാണെന്നല്ല പറയുന്നത്. जीवन है ऐसा नहीं कह रही. വരുവാനുള്ള ദൈവത്തിന്റെ പുത്രനാ. और तू परमेश्वर का पुत्र मसीह है जो जगत में आने वाला था. ആത്മാവക്ക് കൊടുത്ത അറിവതാ. और पवित्र आत्मा ने उसके अंदर ये प्रकटीकरण उसको दिया. കേട്ടതെന്താ? उसने क्या सुना? പുനരുത്ഥാനം. वो पुनरुत्थान है. പറഞ്ഞതെന്താ? और उसने क्या कहा? വരുവാനുള്ള ദൈവത്തിന്റെ പുത്രൻ. कि वो आने वाला परमेश्वर का पुत्र मसीह है. ഇതാണ് ആത്മാവ് നമുക്ക് തരുന്നത്. और पवित्र आत्मा हमको ये समझा कर देता है. आमेन. നിനക്ക് വേണ്ടിയൊന്ന് തുറക്കുന്ന ആത്മാവ്, आपके लिए खुलने वाला पवित्र आत्मा, നിനക്ക് വേണ്ടി നിന്റെ വാതിൽ തുറക്കുന്ന ആത്മാവ്.
आपके लिए दरवाजा खोलकर देने वाला पवित्र आत्मा ആത്മാവി പറയട്ടെ, आत्मा में कहता അവൻ हूं, വാതില, वो दरवाजा है, അവൻ വാതില, वो दरवाजा है, അവൻ നിന്റെ വാതില. वो आपका दरवाजा है। ആത്മാവ് തുറന്നാൽ पवित्र आत्मा अगर खोल दे നിന്റെ വാതില. वो आपका दरवाजा है। ഇരിക്കുന്ന ചിലരോട് ദൈവം ദൂത് പറയുക, कुछ लोगों से यहाँ पवित्र आत्मा नबूवत कर रहा है, വാതിൽ ഇന്ന് തുറക്കുക. आपके छुटकारे का दरवाजा आज खुल रहा है। പറയുന്ന വാക്കിൽ आप जो दरवाजा कह रहे हो വിടുതൽ തുറന്നു വരിക. वो छुटकारा खुलकर आ रहा है। പുനരുത്ഥാനമാണെന്ന് കേട്ടാ पुनरुत्थान है ये सुनकर നീ വരുവാനുള്ളവനാ, उसने कहा कि तू आने वाला वही व्यक्ति है। വരുവാനുള്ളവനാ, मेरे लिए जो आने वाला है वो तू है। നമ്മുടെ കുടുംബത്തിന് വേണ്ടി വരുവാനുള്ളവനാ, मेरे परिवार के लिए जो आने वाला है वो तू है। കല്ലറയ്ക്ക് വേണ്ടി വരുവാനുള്ളവനാ, लासर के कब्रे के लिए जो आने वाला वो तू है। മറിയയുടെ കണ്ണുനീരിന് വേണ്ടി വരുവാനുള്ളവനാ, मरियम के आंसू के लिए जो आने वाला है वो तू है। വരുവാനുള്ളവനാ അവൻ. वो आने वाला है वो ആരോടോ व्यक्ति ദൈവം है। ഇന്ന് പ്രവചിക്കുന്നു, पवित्र आत्मा कुछ लोगों से ഈ नबूवत कर ആഴ്ച रहा അവൻ है। നിനക്ക് വരുവാനുള്ളവനാ. ये हफ्ता वो आपके लिए आने वाला है। ജോലിയിൽ അവൻ വരുവാനുള്ളവനാ, आपके नौकरी में वो आपके लिए आने वाला है। നിന്റെ അസുഖത്തിന് മേൽ അവൻ വരുവാനുള്ളവനാ, आपके रोग के ऊपर वो आने वाला है। നിന്റെ ഞെരുക്കത്തിന് മേൽ അവൻ कुछ വരുവാനുള്ളവനാ, कमी घटी के ऊपर वो आने वाला है। നിന്റെ ആവശ്യങ്ങളുടെ മേൽ അവൻ വരുവാനുള്ളവനാ. आपकी आवश्यकताओं के ऊपर वो आने वाला है। ശാന്തരാദിയാന അട്ടകഥന പ്രൗഢബല ബഹാദുര ജഗതന അവൻ വരുവാനുള്ളവനാ. वो आने वाला है। പറയാൻ കഴിയുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. जो ऐलान कर सकते हैं आपस में वो कई है। वो आने वाला वही ഈ ആഴ്ച व्यक्ति है। എനിക്ക് വേണ്ടി വരുവാനുള്ളവനാ. ये हफ्ता वो मेरे लिए आने वाला है। എനിക്ക് വേണ്ടി വരുവാനുള്ളവനാ. ये हफ्ता वो मेरे लिए आने वाला है। എന്റെ ഭാവിക്ക് വേണ്ടി വരുവാനുള്ളവനാ. मेरे भविष्य के लिए वो आने वाला है। ഓ രാബാ ബാബാ ശാന്തരാദിയാന അട്ടകഥന പ്രൗഢബല ബഹാദുര എന്റെ കണ്ണുനീരിനെ തുടയ്ക്കാൻ വരുവാനുള്ളവൻ. എന്റെ കണ്ണുനീരിനെ തുടയ്ക്കാൻ വരുവാനുള്ളവൻ. मेरे आंसुओं के लिए वो आने वाला है। കണ്ണുനീർ തുടയ്ക്കാൻ വേണ്ടി വരുവാനുള്ളവൻ. मेरे आंसुओं को पोंछने के लिए वो आने वाला है। ആമേൻ ആമേൻ. പ്രാർത്ഥിച്ചാട്ടെ. എനിക്കറിയത്തില്ല, ലിൻസി ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, और मुझे पता नहीं, जब पास्टर लिंसी यहाँ सेवकाई कर रही थी पवित्र आत्मा ने मुझसे कहा നീ ഹോളി ചില വിടുതൽ നടക്കുമെന്ന്. आज इस हॉल में कुछ छुटकारे होंगे। അതുകൊണ്ടാണ് കർത്താവ് ഈ വേർഡ് പറയുന്നു. और इसलिए परमेश्वर ये वाणी आपको भेज रहा है। वो आने वाला है। അവൻ वो വരുവാനുള്ളവൻ. आने वाला है। ദൈവം ചിലർക്ക് വേണ്ടി തിരിക്കുക. प्रभु कुछ लोगों के लिए बात को बोल വരുവാനുള്ളവനാ. रहा है। वो आने वाला है। അവൻ വരുവാനുള്ളവൻ. वो आने वाला है। ആ വേർഡ് വീണ്ടും വീണ്ടും എന്നോട് ദൈവം उस शब्द को मैं दोहरा कर सुन रहा हूँ। वो आने वाला है। അവൻ വരുവാനുള്ളവൻ. वो आने वाला है। നിനക്ക് വേണ്ടി അവൻ അറൈവ് ചെയ്യും. वो आपके लिए वो उतरेगा। ഓ നിനക്ക് വേണ്ടി അവൻ അറൈവ് ആകും. वो आपके लिए वो आगमन कर നിനക്ക് रहा വേണ്ടി है। അവൻ ലാൻഡ് ആകും. आपके लिए वो वहां आगमन कर रहा है। അടകതന പ്രൗഢ ബാബാ ശാന്തരാദിയാന അടകതന പ്രൗഢബല ബഹാദുര ജഗതന അടകതന അടക സിയാദന അടകസി. ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന പോലെ जैसा एक फ्लाइट लैंड होता है ദൈവത്തിന്റെ ആത്മാവ് ലാൻഡ് ചെയ്യുക. वैसे पवित्र आत्मा लैंड कर रहा है। ലാൻഡ് ചെയ്യുക. पवित्र आत्मा लैंड कर रहा है। ഓ പഴക്കമുള്ളതിന്റെ മേൽ ദൈവം ലാൻഡ് ചെയ്യുക. जिसके मृत्यु जहां पर है उसके ऊपर पवित्र आत्मा लैंड कर रहा है। പഴക്കമുള്ളതിന്റെ മേൽ जो पुराना है उसके ऊपर ഓ ദൈവം ലാൻഡ് ചെയ്യുക. परमेश्वर लैंड कर रहा है। ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. एक सवाल मैं आपसे पूछता हूं, എത്ര പേര് ഇന്ന് കർത്താവിനോട് പറയും, कितने लोग आज प्रभु से कहेंगे, കർത്താവേ നീ എനിക്ക് വേണ്ടി ലാൻഡ് ആകണമെന്ന്. कि प्रभु आप मेरे लिए लैंड करें। വരുവാനുള്ളവനായി ഇന്ന് വരണം. और जो आने वाला वो व्यक्ति है वैसा बनकर आप मेरे पास आए। യേശു പറഞ്ഞത്, മറിയയോട് പറഞ്ഞത്, മാർത്തയോട് പറഞ്ഞത്, ഞാൻ ഉയർപ്പിക്കുമെന്ന് പറഞ്ഞില്ല. यीशु ने मार्था से ये नहीं कहा कि मैं उसे जी उठाऊंगा, പകരം പറഞ്ഞു ഞാൻ പുനരുത്ഥാന, बदले में कहा कि मैं ഞാൻ पुनरुत्थान, ജീവനാ. मैं जीवन हूं।
പക്ഷെ അവൾ പറഞ്ഞു, നീ ഇപ്പോൾ വരുവാനുള്ളവനാണ് ഞാൻ അറിയുന്നു. पर वो कह रही है मैं ये जानती हूँ कि तू वही वो आने वाला है വരുവാനുള്ള ദൈവത്തിന്റെ പുത്രനാണ് നീ എന്ന്. और परमेश्वर का पुत्र मसीह जो जगत में आने നീ वाला है, വന്നിട്ട് ഞാൻ അതറിഞ്ഞില്ല. तू आकर भी मैं उसे पहचान नहीं ഇപ്പൊ पाई, എനിക്ക് മനസ്സിലാവുന്നു पर अभी मैं ये जान നീ रही हूँ എനിക്ക് വേണ്ടി വന്നാണെന്ന്. तू मेरे लिए आया है. കർത്താവ് ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് വേണ്ടി ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. यहाँ बैठे कुछ लोगों के लिए प्रभु यहाँ आया है. കർത്താവ് എനിക്ക് വേണ്ടിയാ വന്നേ. प्रभु मेरे लिए आया है. ഇന്ന് ഈ ഹോളിൽ आज इस हॉल में എനിക്ക് വേണ്ടിയാ വന്നേ. वो प्रभु मेरे लिए आया है. അതുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി എഴുന്നേക്കും. इसलिए मेरा परमेश्वर मेरे लिए उठेगा. എത്ര പേരത് വിശ്വസിക്കുന്നു? कितने लोग वो विश्वास करते അവര് हैं? കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിച്ചു. वो लोग हाथों को उठाकर परमेश्वर से प्रार्थना करें. കർത്താവ് എനിക്ക് വേണ്ടി ഇന്ന് ഇവിടെ വന്നേക്കുന്ന എനിക്ക് വേണ്ടിയാ. आज यहाँ पर प्रभु मेरे लिए आया है. ഇന്ന് എനിക്ക് വേണ്ടി ഇവിടെ വന്നു. आज मेरे लिए यहाँ आया है. വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിക്കുന്നു. सालों से मैं ये प्रार्थना പക്ഷെ कर रहा ഇന്ന് ഞാൻ വന്നത് വെറുതെ അല്ല. हूं, पर आज मैं यहाँ खाली हाथ नहीं आया. നാളുകളായി ഞാൻ കരയുന്നു. सालों से मैं रो रहा हूँ, ഇന്ന് ഞാൻ വെറും കൈയോടെ പോത്തില്ല. पर मैं आज खाली हाथ नहीं लौटूंगा. शाबाला बाबा बा. ഇന്ന് ഞാൻ വെറും കൈയായിട്ട് പോത്തില്ല. आज मैं खाली हाथ नहीं लौटूंगा. അവൻ വന്നത് എനിക്ക് വേണ്ടിയാ. वो मेरे लिए आया है. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. धन्यवाद താങ്ക് യു ലോർഡ്. धन्यवाद प्रभु. അപ്പൊ കർത്താവിന്റെ കരം തൊട്ടാട്ടെ. प्रभु आपके हाथ उनको छू ले. വന്നത് എനിക്ക് വേണ്ടിയാ. मेरे लिए आया है. റാംധുനിയാസി അടിയന്തരാദിയ. വചനം വചനമായിട്ട് നിന്നാൽ ഒക്കത്തില്ലപ്പാ. पिता वचन वहाँ वचन बनकर ആ रहे, ये വചനം काफी नहीं. ഞങ്ങളുടെ ജീവിതത്തിൽ ജഡമായി മാറട്ടെ. वो वचन हमारे जिंदगी में शरीर का रूप धारण कर ले. വ്യക്തിയായി മാറട്ടെ. प्रभु वो एक व्यक्ति बन जाए. കാത്തിരിക്കുന്ന ഈ ജനം നിന്റെ പ്രവൃത്തിക്ക് വേണ്ടി. प्रभु ये लोग जो आपके कार्य की इंतजार कर रहे हैं, ഈ ആഴ്ച അവർക്ക് നിന്റെ പ്രവൃത്തി വേണം. ये हफ्ता उन्हें आपकी कार्य की जरूरत है. ഈ ആഴ്ച നീ അവർക്ക് വേണ്ടി വന്നെന്ന് അവർക്ക് തെളിയിച്ചു കൊടുക്കണം. ये हफ्ते आप उनके लिए आए हैं, ये उनको साबित कर देना प्रभु. വിശുദ്ധന്മാർ അവരുടെ കര ഉയർത്തി പ്രാർത്ഥിക്കുക. पवित्र लोग अपने हाथों को उठाकर प्रार्थना कर रहे हैं. കർത്താവ് അവരുടെ മേൽ കരം വയ്ക്കണം. प्रभु आप अपने हाथ को उनके ऊपर रखना. യഹൂദൻ കാത്തിരിക്കുന്നവൻ ഓൾറെഡി ഞങ്ങൾക്ക് വേണ്ടി വന്നു കഴിഞ്ഞു. और जिसके लिए यहूदी लोग इंतजार कर रहे हैं, वो पहले ही हमारे लिए आ चुका है. കർത്താവ് തൊടണമേ. प्रभु आप छूना. കർത്താവ് തൊടണമേ. प्रभु आप छूना. കർത്താവിന്റെ കരം ചിലരെ തലോടുന്നു. प्रभु का हाथ कुछ लोगों को सहला रहा है. ഒരപ്പൻ മക്കളെ ആശ്വസിപ്പിക്കുന്നത് പോലെ एक पिता जैसे अपने बच्चों को आश्वासन देता है,
അപ്പൻ താമസിച്ച പല മേഖലകളും ഇന്ന് പകൽ അപ്പൻ കൈകാര്യം ചെയ്യുക. कुछ स्तरों में जहां पर पिता ने देरी कर दी, वहां पर पिता आज कार्य कर रहा है. നാളുകൾ കാത്തിരുന്നു, ദൈവപ്രവൃത്തി കാണാൻ ആഗ്രഹിച്ചിട്ട് കാണാഞ്ഞ മണ്ഡലത്തിൽ കർത്താവിൻ്റെ കരം ഇന്ന് പകൽ തൊടുക. बहुत सालों से इंतजार किया एक छुटकारे के लिए, पर वो कभी हुआ नहीं. पर आज परमेश्वर का वो हाथ वो आपके लिए वो कार्य कर रहा है. ഇന്നത്തെ ദിവസം ഈ ഡേറ്റ് മറക്കല്ലേ, കുറിച്ചിട്ടു. आज के इस तारीख को भूलना नहीं, लिख कर रखना. ആഴ്ചകളുടെ അകത്ത് ഈ ദിവസത്തിൻ്റെ റിസൾട്ട് വെളിപ്പെട്ട് വരും. हफ्तों के अंदर आज के इस तारीख में जो प्रभु ने किया उसका परिणाम हम देखेंगे. आमीन. आमीन. 2024 ആദ്യത്തെ പകുതിയിലെ അത്ഭുതം ഇന്ന് നിനക്ക് തുറക്കുക. 2024 के पहले हाफ के जो अद्भुत कार्य है आज आपके लिए वो खुल रहा है. അവൻ വന്നു, वो आया. വന്നിട്ട് വരുന്നതല്ല, വന്നു. वो आएगा ऐसा नहीं, वो आया है. അവൻ വന്നു, वो आया है. നിനക്ക് വേണ്ടി അവൻ വന്നു. आपके लिए वो आया है. കർത്താവ് ഈ ജനത്തെ നീ മനസ്സലിവോടെ തൊടുന്നതിനാൽ സ്തോത്രം. प्रभु आपकी दया से आप इन बच्चों को छू रहे हो, इसके लिए धन्यवाद. ആത്മാവിൻ്റെ വക്താക്കളാക്കി ഞങ്ങളെ മാറ്റിക്കാട്ടെ. आत्मा का प्रतिनिधित्व बनकर आप हमें स्थिर സത്യത്തിൻ്റെ करें. ആരാധകരാക്കിക്കാട്ടെ. सच्चाई में आराधना करने वाले हमको बना दे. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വലിയൊരു ചെയ്യും. प्रभु हमारे लिए महान कार्य करेंगे. ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. इन बच्चों को मैं आशीषित करता हूँ. ഇവർ മടങ്ങി പോകുമ്പോൾ जब वे लौट कर जाएंगे, ഇവരുടെ കല്ലറകൾ ലാസറിൻ്റെ കല്ലറകൾ തുറന്നപോലെ തുറന്നിരിക്കട്ടെ. जैसे लासर का कब्र खुल गया वैसे इनके भी कब्र की अवस्थाएं खुल जाए. ലാസറിൻ്റെ വീട്ടിൽ ഏത് ആനന്ദ നൃത്തം ആടിയോ അത് തന്നെ ഈ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ. लासर के परिवार में जो आनंद का माहौल हुआ वही आनंद का माहौल इनके परिवारों में भी प्रकट हो ഞാനിവരെ जाए. ബ്ലസ് ചെയ്തയക്കുന്നു. मैं इन्हें आशीषित करके भेजता हूँ. മഹത്വം അങ്ങേക്ക് महिमा आपको യേശുവിൻ നാമത്തിൽ. यीशु मसीह के नाम में मांगते हैं. ആമേൻ. आमीन. ആമേൻ.